നമ്മളിത് ഓൾറെഡി മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO ആയിട്ടുള്ള അഭിക് ചാറ്റർജി ഫാബ് മീറ്റിങ്ങിനിടയിൽ ഈ ഒരു കാര്യം പറയുന്നതോടുകൂടി ഒന്നുകൂടി ഈ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കൻ സൂപ്പർ താരം മിങ്ങുകളിലൂടെ ചിത്രശലഭത്തിനെ പോലെ പുള്ളിപ്പുലിയെ പോലെ കുതിച്ചു പായുന്ന നവാസ് അദോയി എന്ന മൊറോക്കൻ സൂപ്പർ താരം ഇനി മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടായിരിക്കില്ല. അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ ഒരു ഇന്തോനേഷ്യൻ ക്ലബിന് വേണ്ടി കളിക്കാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ആ ലോൺ കാലാവധി തീരുന്ന സമയം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും നവാസ് അദോയും തമ്മിലുള്ള കോൺട്രാക്റ്റ് കൂടി അവസാനിക്കും എന്നുള്ള കാര്യം. അതെ, നവാസ് അദോയി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും എന്നേക്കുമായി വിട്ടുപോയിരിക്കുകയാണ്. ഇന്തോനേഷ്യൻ ക്ലബ്ബിൽ അദ്ദേഹത്തിൻ്റെ കരാർ കാലാവധി തീരുന്ന അതേ സമയത്ത് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും നവാസ് അദോയ്ക്കുള്ള കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സും നോയും തമ്മിലുള്ള കരാർ അവസാനിക്കുന്നതോടുകൂടി പിന്നീട് അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അല്ല എങ്കിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് താരവുമായിട്ട് പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യണം. അതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. പക്ഷേ അഡ്രിയാൻ ലൂണയുടെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകാൻ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കില്ല. ആരാധക വികാരം മുഴുവനും ഈ ക്ലബിനെതിരെയാകും എന്നുള്ള പ്രശ്നമുള്ളത് കൊണ്ട് അവർ ലൂണയെ പിടിച്ചു നിർത്തിയേക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. ഏതായാലും നവാസ് അദോയി എന്ന മൊറോക്കൻ താരത്തിൻ്റെ സേവനം ഇനി ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം ഫാബ് മീറ്റിങ്ങോടുകൂടി കുറച്ചുകൂടി ക്രിസ്റ്റൽ ക്ലിയറായി മാറിയിരിക്കുകയാണ്. അപ്പം ഗുഡ് ബൈ നോവ ഫോർ എവർ.